+2 ഫുൾ A+ നിന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ ഇനിയും പറയാൻ പോകുന്ന വലിയ മിസ്റ്റേക്സ് ഒരു പ്രാവശ്യമെങ്കിലും നീ ചെയ്ത +2 A+ തൊലയൊന്നും മാത്രമല്ല, നിങ്ങളുടെ മനസ്സ്, ശരീരം, ജോബ്, ഇൻകം എല്ലാം തൊലച്ച് മരണം വരെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. എക്സാക്റ്റ് പ്രൂഫ് നോക്കിയോ. നല്ല ഡൗട്ടില്ലേ നിനക്ക് മനസ്സിൽ ഫുൾ A+ മേടിക്കാൻ പറ്റുമോ എന്ന്? ഇത് തന്നെ ഏറ്റവും വലിയ വിഷമാണ്. ഇപ്പൊ തന്നെ അത് നിങ്ങൾ ഫിക്സ് ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ എത്ര പേരുടെ A+ പോയിട്ടുണ്ടോ നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്ക്. 10 സെക്കൻഡ് കൊണ്ട് ഇത് ഇൻസ്റ്റന്റ് ആക്കി ഫിക്സ് ചെയ്യാം. ഡേവിഡ് ഗോഗിൻസ് കുക്കി ജാർ മെത്തേഡ് എന്നാണ് ഇതിനെ പറയുന്നത്. കുറച്ചൊന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്ക്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഈ +1 +2 നിങ്ങൾ നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ടായിരിക്കും. ചെറിയ ടെസ്റ്റ് ആണെങ്കിലും മതി, അതിൽ നിങ്ങളെ കൊണ്ട് പറ്റി. പക്ഷെ മെയിൻ എക്സാമിൽ എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് എത്താൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ആ ടെസ്റ്റിൽ പറ്റുമെങ്കിൽ എല്ലാ എക്സാമിലും നിങ്ങൾക്ക് ഫുൾ A+ കിട്ടേണ്ടതല്ലേ? പക്ഷെ പ്രശ്നം എന്താ? അന്ന് നിങ്ങൾ ചെയ്തതോ ചെയ്യാത്തതോ ആയ കുറേ കാര്യങ്ങളുടെ ഒരു കൂട്ടമായിട്ടുള്ള സിസ്റ്റം, അതെല്ലാം കൂടി നിങ്ങൾക്ക് ആ ടെസ്റ്റിൽ നല്ല മാർക്ക് മേടിച്ചു തന്നു. അത് നിങ്ങൾക്ക് എല്ലാ എക്സാമിലും അതേപോലെ കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതൊക്കെ എന്നാന്ന് അറിയത്തില്ല. ഇതിനെപ്പറ്റി വഴിയെ പറഞ്ഞുതരാം. ഇതേപോലെ നിങ്ങളുടെ +2 ലൈഫ് മാറ്റാൻ പോകുന്ന 6 ലൈഫ് ചേഞ്ചിങ് കാര്യങ്ങൾ ഈ വീഡിയോയിൽ വരാൻ പോവാ. എന്തൊക്കെ? ഇപ്പം ഞാൻ പറഞ്ഞ ഡേവിഡ് ഗോഗിൻസ് കുക്കി ജാർ മെത്തേഡിന്റെ ബാക്കി. എത്ര കഷ്ടപ്പെട്ടിട്ട് മാർക്ക് കിട്ടുന്നില്ല, അതിന്റെ ഇപ്പൊ തന്നെയുള്ള ഇൻസ്റ്റന്റ് ഫിക്സ്. A+ മാർക്കിൽ നിന്ന് മോസ്റ്റ് ഓഫ് ദ കുട്ടികളെ തടയുന്ന വലിയൊരു സൈക്കോളജിക്കൽ പ്രോബ്ലവും അതിനുള്ള ഇൻസ്റ്റന്റ് ഫിക്സും. റിസൾട്ട് വരുമ്പോൾ മാർക്ക് കുറഞ്ഞ എന്താണെന്നുള്ള പേടിയും ടെൻഷനും 5 സെക്കൻഡ് കൊണ്ട് മാറ്റാം. ലൈഫിലെല്ലാം തകർന്നിരിക്കുക, 0 ഹോപ്പ് പോലും ഇല്ലെങ്കിലും ആ 0ത്തിൽ നിന്ന് A+ വേണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? +2 ലൈഫ് മാറ്റാൻ റെഡി ആയിക്കോ. തുടങ്ങാം. നിങ്ങളുടെ മനസ്സിൽ ഒരു ഡൗട്ട് പോലും ഉണ്ടാകാൻ പാടില്ല. എനിക്കൊക്കെ A+ കിട്ടുമോ? പേടിയാവുന്നു. ഇങ്ങനെ ഒരു ഡൗട്ടേലും വന്നാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും വിഷം കയറുന്ന പോലെ അഫക്റ്റ് ആക്കും. അത് ഇപ്പം തന്നെ ശരിയാക്കണം. അൺഡിനേബിൾ പ്രൂഫ് കളക്ഷൻ പ്രോട്ടോകോൾ ചെയ്യുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ മാക്സിമം പ്രൂഫ് കളക്ട് ചെയ്ത് വെക്കുക. മിഡ് ടേം, ഡെയിലി PYQ സ്വന്തമായിട്ട് സോൾവ് ചെയ്യുന്നത്, ഓണോ എക്സാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സൈക്കോളജിക്കൽ ബൂസ്റ്റ് തരും. നമ്മുടെ ബാച്ചിലുള്ള കുറേ സ്റ്റുഡൻസിൻ്റെ ലൈഫ് തന്നെ ഈ പ്രോട്ടോകോൾ മാറ്റിമറിച്ചിട്ടുണ്ട്. ബാച്ചിനെ പറ്റി കൂടുതൽ അറിയാൻ ഈ വീഡിയോ കണ്ടാൽ മതി. പക്ഷേ നിങ്ങൾ എത്ര പഠിച്ചിട്ടോ ആ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടുന്നില്ലേ? ഇതാണ് പ്രശ്നം. കുറേ കഷ്ടപ്പെട്ടിട്ടും പ്രതീക്ഷിച്ച മാർക്ക് കിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഓർക്കും, എന്തിനായി കഷ്ടപ്പെടുന്നതെന്ന്. പെട്ടെന്ന് സോൾവ് ആക്കണം. അതിനുവേണ്ടിയാണ് 3D ഫോർമുല. ഈ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോയി കാണാൻ സമയമില്ലെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ക്ലാസ്സിലോ അല്ല അടുത്ത ക്ലാസ്സിലോ ചില ടോപ്പേഴ്സ് ഉണ്ട്, എപ്പോഴും A+ മാർക്ക് മേടിക്കും. അതും എളുപ്പത്തിൽ. എന്നാൽ നമുക്കോ അത് ഭയങ്കര പാടായിട്ട് തോന്നും പഠിക്കാൻ. പോയിന്റ് 3, നിന്റെ വേസ്റ്റ് ടീച്ചേഴ്സ് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇങ്ങനെയൊക്കെ പോയാൽ നിനക്ക് A+ കിട്ടാനേ പോകുന്നില്ല. നിന്റെ മാർക്ക് കുറഞ്ഞാൽ അവർ ഒരിക്കലും അത് കൂട്ടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യത്തേ ഇല്ല. പണീഷ് ചെയ്യും. അടി, വഴക്ക്, തെറി, ഡീമോട്ടിവേഷൻ. ഇത് മാത്രം കൊണ്ട് കുറേ പിള്ളേരുടെ മനസ്സ് തന്നെ തകർന്ന് ഒരു പ്രതീക്ഷയില്ലാതെ വന്നവരെ A+ കളയും. ഇതിൽ നിന്ന് ഇൻസ്റ്റന്റായി രക്ഷപ്പെടണം ഈ 2 സ്റ്റെപ്പ് റീഫ്രെയിം കൊണ്ട്. 1, നിങ്ങളുടെ ഫൈനൽ പേപ്പർ നോക്കുന്നത് സ്കൂൾ ടീച്ചർ അല്ല. ഇനി ഇന്റേണൽ മാർക്സോ പ്രാക്ടിക്കൽ മാർക്സോ അവർ കുറയ്ക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടതല്ല, എഴുതിയ 1 മാർക്ക് പോലും അവർക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. കുറച്ചാ കംപ്ലൈന്റ് ചെയ്യാൻ ഇഷ്ടം പോലെ വഴിയിലുണ്ട്. ഇതൊന്നും ആർക്കും അറിയത്തു പോലും ഇല്ല. നിങ്ങൾ ടീച്ചറിന് വമ്പം പണി കിട്ടും. ഇത് ഒരു ദിവസം നിന്റെ ലൈഫ് മാറ്റും. നമ്മുടെ ഫുൾ A+ ബാച്ചിലുള്ള എൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണിത്. കൂടുതൽ അറിയാൻ ഈ വീഡിയോ കാണുക. പോയിന്റ് 4, നിനക്ക് +1 മാർക്ക് കുറഞ്ഞു പോയി. +2 ഫുൾ A+ കിട്ടുമോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് എന്തിനായി കഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുക. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ എന്നാ മണ്ടത്തരം പിടിച്ച വലിയ ഡേഞ്ചർ അത്. ശരി, +1 മാർക്ക് കുറഞ്ഞു, അതിന് +2 മാർക്ക് കുറയ്ക്കണോ? ഞാൻ ഈ പറയാൻ പോകുന്ന മെന്റൽ റീഫ്രെയിം ഇപ്പം തന്നെ ചിന്തിക്കേ. നീയാണ് മാക്സിമം എഫേർട്ടിൽ പഠിക്കേണ്ടത്. ഫുൾ A+ കിട്ടുന്ന ടോപ്പേഴ്സിനൊക്കെ കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാൽ നിനക്കോ എന്തും സാക്രിഫൈസ് ചെയ്തേ പറ്റൂ A+ വേണ്ടി. A+ ഇല്ലെങ്കിൽ മിനിമം A എങ്കിലും കിട്ടണം. അല്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും. ഈ ഒറ്റ സെന്റൻസ് നോക്ക്, മൊത്തം മനസ്സിലാവും. ഡോണ്ട് തിങ്ക് അബൌട്ട് പാസ്റ്റ് ആൻഡ് ക്രൈ. ഒരിക്കലും നിനക്ക് റിഗ്രറ്റ് ഒന്ന് നീറി ജീവിക്കേണ്ടാത്തതുപോലെ മാക്സിമം എഫേർട്ട് കൊടുക്ക്. ഡോണ്ട് ഓവർ തിങ്ക് അബൌട്ട് ദ റിസൾട്ട്. ഇതൊന്നും ഒന്നുമല്ല, 100% പീസ്ഫുൾ മനസ്സോടെ ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഫുൾ A+ മേടിക്കാം. ബാച്ചിനെ പറ്റി കൂടുതൽ അറിയാൻ ഈ വീഡിയോ കാണുക. ശരി, അത് തീർന്നെന്ന് വിചാരിക്കും. ഏറ്റവും വലിയ പ്രശ്നം തീർന്നില്ലല്ലോ. ഈ ഒറ്റ പേടി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചത് ഓർക്കാനോ പഠിക്കാനോ ഇമ്പോസിബിൾ ഡിഫിക്കൽറ്റി ആയിരിക്കും. ഇതിപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കും. അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇമാജിൻ ചെയ്ത് നോക്ക്. പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കാതെ അങ്ങ് പോയി. എക്സാം ഹാളിൽ നിങ്ങളെല്ലാം തകർന്നിരുന്ന് പിന്നെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് B ഗ്രേഡ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ പേടിക്കുന്നത് 1, പേരൻസിൻ്റെ റിയാക്ഷൻ ഓർത്ത്. 2, ബാക്കി വേസ്റ്റ് ആളുകളുടെ റിയാക്ഷൻ ഓർത്ത് പേടി. ഇത് ഏറ്റവും വലിയ ഡേഞ്ചറാണ്. ഭാവി തീരും. അതിനുവേണ്ടി ഒറ്റൊരു റൂൾ ഓർത്ത് വെക്ക്. ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാലും നിങ്ങളുടെ ഇപ്പോഴത്തെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എനർജി വേസ്റ്റ് ആവും. ചെയ്യേണ്ട കാര്യം ചെയ്യാൻ പറ്റാതെ നിങ്ങൾ തോറ്റുപോകും. ഇത്രയൊക്കെ കേട്ടിട്ടും നിങ്ങൾക്ക് ഉള്ളിൽ നിന്നൊരു വിശ്വാസം ഇല്ല.
എല്ലാം തൊലഞ്ഞു പോയി എന്നുള്ളൊരു പേടിയാണെങ്കിൽ എത്ര പെട്ടെന്ന് ഞാനിപ്പോൾ പറയുന്ന പോലെ ചെയ്തേ പറ്റൂ. 3 സ്റ്റെപ്പ് പ്രോട്ടോകോൾ അതേപടി ചെയ്താൽ മതി. 1. ബ്രെയിൻ ഓഫ് ആക്കുക, ഒന്നും ചിന്തിക്കാൻ പാടില്ല. യൂട്യൂബ് തുറന്ന് TEVVEZ ഹാർഡ് സ്റ്റൈൽ സോങ്സ് എന്ന് സെർച്ച് ചെയ്യുക. ഈ 3 സ്റ്റെപ്പ് പ്രോട്ടോകോളിൽ ഈ 2ാമത്തെ സ്റ്റെപ്പ് എൻ്റെ ലൈഫിൽ ഞാൻ നരകത്തിൻ്റെ അടിത്തട്ടി കിടന്നപ്പോൾ എന്നെ കൈ പിടിച്ച് ഉയർത്തിയതാ. വേറെ ഒന്നും ചെയ്തില്ലേലും ഇത് ചെയ്യണം. ഹാർഡായിട്ട് A+ന് വേണ്ടി വർക്ക് ചെയ്യുക. മനസ്സ് എത്രയൊക്കെ നെഗറ്റീവ് വന്നാലും എന്തൊക്കെ നടന്നാലും ഈ ചെറിയ വീഡിയോയിൽ കൂടെ നിങ്ങളുടെ +2 ലൈഫ് മൊത്തം ചേഞ്ച് ആകാൻ പറ്റുമെങ്കിൽ നമ്മുടെ +2 ഫുൾ A+ ബാച്ച് എങ്ങനെ ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയുള്ള നിനക്ക് വേണ്ടിയുള്ളത് ഇനി വരാൻ പോകുന്ന 30 സെക്കൻഡ്. ഇതെല്ലാം ഈ എക്സ്പീരിയൻസ് ഇല്ലാത്ത നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കിയാൽ മൊത്തം ചീറ്റിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി തന്നെ ഫുൾ സിസ്റ്റം ബിൽഡ് ചെയ്തത്. ഇത് ചെയ്തിട്ട് ഈ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ പൈസ ഞാൻ അങ്ങോട്ട് തരും. നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസിനെ ഞെട്ടിപ്പിക്കുന്ന പ്രോഗ്രസ് ഇതെല്ലാം ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവും. ഇതുപോലെ എല്ലാവരും ചെയ്യണം, അത് ഒറ്റ മാസം കൊണ്ട്. അതിനുവേണ്ടിയാണ് ഇത് റെഡിയാക്കിയിരിക്കുന്നത്. എത്ര പഠിച്ചാലും മാർക്ക് കൂടുന്നില്ലേ? ഞാൻ പേഴ്സണലൈസ് ആയിട്ട് അതിനുള്ള എക്സാക്ട് റീസൺ കണ്ടുപിടിച്ച് സുഖമായിട്ട് സോൾവ് ചെയ്ത് തരും. ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഓരോ ദിവസം 30 ദിവസത്തേക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ കൂടെ ഓരോ ചാപ്റ്ററിന്റെയും സൈക്കോളജിക്കൽ മെമ്മറി വെപ്പൺസിന്റെ ഫുൾ മെറ്റീരിയൽസ് ഫ്രീ. എപ്പോൾ തുടങ്ങണം, എന്തൊക്കെ ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ഫുൾ ക്രിസ്റ്റൽ ക്ലാരിറ്റി മാസ്റ്റർ പ്ലാനും ഫ്രീ. ഈ കോഴ്സ് എടുത്ത് ഒറ്റ ദിവസം കഴിയുമ്പോൾ തന്നെ വീട്ടുകാരും ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാം അന്തം വിടും, ഇവൻ ഇത്രയും ചേഞ്ച് ആയെന്നും പറഞ്ഞ്. അതിനുവേണ്ടി ഇതിന്റെ ഫുൾ വീഡിയോ കോഴ്സും വർക്ക്ഷീറ്റും ഫ്രീ. പ്ലസ് നിങ്ങൾക്ക് വേണ്ടി ഒരു എക്സ്ട്രാ ഫ്രീ ബോണസും കൂടെ. നമ്മുടെ പേരൻസിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഈ മൊത്തം 3500 രൂപയുടെ സിസ്റ്റം വെറും 895 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നു. ഈ മാസം 50 സീറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആദ്യത്തെ 7 ദിവസത്തിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഈ 895 കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞോട്ട് 1199 രൂപയ്ക്കായിരിക്കും. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തരുന്ന ഫുൾ എമൗണ്ടും അപ്പം തന്നെ റീഫണ്ട്. ഇപ്പം തന്നെ ഈ നമ്പറിലേക്ക് ഹായ് വാട്സപ്പ് ചെയ്യുക.